നമസ്കാരം. പശ്ചിമാഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള വൈറസ് ബാധ പടരുന്ന സാഹചര്യത്തിൽ ദില്ലിയിൽ നടത്താനിരുന്ന ഇന്ത്യ ആഫ്രിക്ക ഉച്ചകോടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ മാസം ദില്ലിയിൽ നടക്കേണ്ടിയിരുന്ന ഉച്ചകോടിയാണ് ഈ വൈറസ് ബാധ കാരണം മാറ്റിവെച്ചത്. ആഫ്രിക്കൻ യൂണിയനുമായി സംസാരിച്ച ശേഷമാണ് തീരുമാനം എടുത്തതെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയാണ്. അതായത് ഇന്ത്യയും ആഫ്രിക്കൻ രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നതിനായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഉന്നതതല യോഗം സ്ഥിതിഗതികൾ ശാന്തമാക്കിയ ശേഷം മാത്രമേ ഇനി നടക്കുകയുള്ളൂ. എന്തായാലും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ 50-ലധികം രാജ്യങ്ങളിൽ നിന്നുമുള്ള ഭരണത്തലവന്മാരും പ്രതിനിധികളുമാണ് ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കേണ്ടിയിരുന്നത്. ഒരേ സമയം ഇത്രയധികം വിദേശ പ്രതിനിധികൾ എത്തുമ്പോൾ ഉണ്ടായേക്കാവുന്ന ആരോഗ്യ സുരക്ഷാ വെല്ലുവിളികൾ അവരുടെ ആരോഗ്യ സുരക്ഷാ വെല്ലുവിളികൾ കണക്കിലെടുത്താണ് ഈ വൈറസ് വ്യാപന സാധ്യതയും മുൻകൂട്ടി കണ്ടാണ് ഈ ഒരു പുതിയ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ഉച്ചകോടി മാറ്റിവെച്ചു എങ്കിലും ആഫ്രിക്കൻ യൂണിയനുമായുള്ള നയതന്ത്ര ചർച്ചകളും മറ്റ് ഔദ്യോഗിക ആശയവിനിമയങ്ങളും തടസ്സമില്ലാതെ തുടരുമെന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയത്. അതേസമയം എബോള ബാധിത പ്രദേശങ്ങളിൽ നിന്നുമുള്ള യാത്രാ നിയന്ത്രണങ്ങളും വിമാനത്താവളങ്ങളിലെ പരിശോധനകളും ഇന്ത്യ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് എന്നാണ് വിവരം. വൈറസ് ബാധയുള്ള രാജ്യങ്ങളിൽ കഴിയുന്ന ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വിദേശകാര്യ മന്ത്രാലയം പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന സമയത്ത് ലോകാരോഗ്യ സംഘടന മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് ഉച്ചകോടി വീണ്ടും നടത്തും. എന്തായാലും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള വൈറസിന്റെ അതീവ അപകടകരമായ ഒരു പുതിയ വകഭേദം പടർന്നു പിടിക്കുന്നതായാണ് ലോകാരോഗ്യ സംഘടന റിപ്പോർട്ട് ചെയ്തത്. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതിനെ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിവിധ രാജ്യങ്ങളിലെ എബോള സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് വിവിധ രാജ്യങ്ങളിലെ എബോള സാഹചര്യം കണക്കിലെടുത്ത് മുൻകരുതലുകളുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പും രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ആരോഗ്യ മേഖലയിൽ ലോകാരോഗ്യ സംഘടനയും കേന്ദ്ര സർക്കാരും നിർദ്ദേശിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് 21 ദിവസത്തെ സംസ്ഥാനത്ത് ആരോഗ്യ വകുപ്പിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഇന്ത്യയിൽ നിലവിൽ എബോള രോഗം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ തൽക്കാലം പരിഭ്രാന്തരാകേണ്ട സാഹചര്യം നിലവിലില്ല എന്നാണ് മന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ ചേർന്ന സംസ്ഥാന ദ്രുതകർമ്മ സമിതി യോഗം വിലയിരുത്തിയത്. എബോള ബാധിത രാജ്യങ്ങളായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഉഗാണ്ട, സൗത്ത് സുഡാൻ എന്നിവിടങ്ങളിൽ നിന്നും അവിടെ നിന്നും എത്തുന്ന യാത്രക്കാർ പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണം. രോഗലക്ഷണങ്ങളായ പനി, ക്ഷീണം, തലവേദന, പേശിവേദന, ഛർദി, വയറിളക്കം, തൊണ്ടവേദന, രക്തസ്രാവം എന്നിവയുണ്ടെങ്കിൽ വിമാനത്താവളത്തിലെ ആരോഗ്യ വിഭാഗത്തിൽ റിപ്പോർട്ട് ചെയ്ത് എബോള സ്ഥിരീകരിച്ചതോ സംശയിക്കുന്നതോ ആയ ആളുകളുമായി നേരിട്ട് സമ്പർക്കത്തിൽ ഉണ്ടായവരും റിപ്പോർട്ട് ചെയ്യണം. എന്തായാലും കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും എത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ആവശ്യമായവർക്ക് ഐസൊലേഷൻ സൗകര്യത്തോടെയുള്ള തീവ്ര പരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ജീവനക്കാർക്ക് അണുബാധ നിയന്ത്രണം, PPE കിറ്റുകളുടെ ഉപയോഗം, ചികിത്സാ പ്രോട്ടോകോളുകൾ, രോഗികളുടെ തീവ്ര പരിചരണം എന്നിവയിലും പരിശീലനം ഉറപ്പുവരുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആരോഗ്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ, ആരോഗ്യ മിഷൻ ഡയറക്ടർ ഡോക്ടർ സജിത് കുമാർ, ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീന, മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ വിശ്വനാഥൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. നിലവിൽ കേരളത്തിൽ എബോള വൈറസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിലും ഇത്തരത്തിലുള്ള വൈറസിനെ പ്രതികരിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ അവയെ പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പുകൾ കേരളത്തിൽ സജ്ജമാക്കണം എന്നതാണ് നിർദ്ദേശവും.